കൈലാസമാണ് ഭാരതത്തിന്റെ സെന്റർ. ഓ, ഭാരതം എന്ന് പറയുന്നത് കൈലാസം സെന്ററും അവിടെ നിന്ന് പിന്നെ 2000 കിലോമീറ്ററോളം എല്ലാ ഭാഗത്തും നോക്കിയാൽ അത് ഫുൾ റോമായിരുന്നു ഭാരതത്തിന്റെ ബൗണ്ടറി. രോമകദേശം എന്നാണ്. ശകുനി അഫ്ഗാനിസ്ഥാൻ എന്നാണ്. പാകിസ്ഥാനിലാണ് പിന്നെ ലവകുശന്മാരുടെ നാട്. ജർമ്മൻ ഭാഷയും സംസ്കൃതവും ഇറാനിലുള്ള ഭാഷയും നോക്കിയാൽ ഏകദേശം ഒരുപോലെയാണ്. ആസാം കഴിഞ്ഞിട്ട് അരുണാചൽ പ്രദേശ് എത്തുമ്പോഴത്തേക്കും ആൾക്കാരുടെ കണ്ണുകൾ ഇങ്ങനെയാണ്. കാരണം മൗണ്ടൻസ് വരുന്ന സമയത്ത് ഈ സൺ റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതിന് ഇർറേഡിയേഷൻ എന്ന് പറയാം. ഇർറേഡിയേഷൻ വരുമ്പോഴത്തേക്കും കണ്ണ് ചെറുതാവും. നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് നോക്കുമ്പോൾ കണ്ണിങ്ങനെ ചെറുതാവില്ലേ. ചൈന, ജപ്പാൻ കഴിഞ്ഞാൽ ഇപ്പം അരുണാചൽ പ്രദേശിൽ അവരെ കണ്ടാലും ഈ മിസ്റ്റേക്ക് അവർ ചൈനീസുകാരാണോ എന്ന് സംശയം തോന്നും. റഷ്യയും ഉക്രൈനും ഒക്കെ അടിപിടി കൂടുമ്പോഴും നമുക്കറിയാം ഈ പാരമ്പര്യങ്ങളൊക്കെ ഒരേ പാരമ്പര്യമാണ്, ചേട്ടനും അനുജന്മാരാണെന്നൊക്കെ. അത് നമ്മുടെ കഥകളിൽ പോലും എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ രാമായണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദേശം മറ്റേ ദേശവുമായിട്ട് ചണ്ട കൂടുന്നതാണ്. മഹാഭാരതം എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഫാമിലിയിൽ കസിൻ ബ്രദേഴ്സ് ചണ്ട കൂടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്ന കഥകൾ. കാരണം ഇറാനും ഇറാഖും അല്ലെങ്കിൽ റഷ്യയും ഉക്രൈനും ഒക്കെ കസിൻ ബ്രദേഴ്സാണ്. ആരാണ് ആര്യന്മാർ? ആര്യന്മാർ എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഒരു കൂട്ടം ആൾക്കാരാണോ? നമ്മളിൽ കുറച്ച് പേർ ആര്യന്മാരാണോ? ഇന്ത്യയിൽ ആര്യന്മാരും ദ്രാവിഡരുമായിട്ടുള്ള വ്യത്യാസമുണ്ടോ? ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞു പരത്തിയതാണോ? ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ആര്യന്മാര് എന്ന് പറയുന്നതും ബ്രിട്ടീഷുകാർ പറഞ്ഞു എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് ചെയ്തിട്ടുള്ള ഏറ്റവും മഹാപാപം ഒരു ടൈം സ്കെയിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ ചരിത്രം ആ സ്കെയിലിനുള്ളിൽ പെടുത്തി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 200 വർഷം പഴക്കം അല്ലെങ്കിൽ 500 വർഷം പഴക്കമൊക്കെ നമുക്കറിയുന്ന ചരിത്രമാണ്. അതിനു മുമ്പുള്ള ഭാരതത്തിൻ്റെ ചരിത്രം അവർ തന്ന സ്കെയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കെയിലിൽ നമുക്കറിയാമല്ലോ, ക്രിസ്തു വർഷം, ക്രിസ്തുവാണ് ഡിറ്റർമിൻ ചെയ്യുക. അതിനു മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്ന പല സംഭവങ്ങളും ഈ ഒരു സ്കെയിലിനുള്ളിൽ അവർ പെടുത്തിയിട്ട് ഇതാണ് ചരിത്രം. അതിനു മുമ്പ് നടന്നിട്ടുള്ള പല സംഭവങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ആര്യൻ ഇൻവേഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു കൾച്ചർ, അങ്ങനെ ഒരു ജനതതി ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടോ? അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യയിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ? അപ്പോൾ വന്ന ആര്യൻ ഇൻവേഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എവിടുന്ന് ഇവർ വന്നതല്ലേ? വന്നു എന്ന് പറഞ്ഞാൽ എവിടുന്ന് തുടങ്ങിയ സ്ഥാനം ഉണ്ടാവും. എവിടെ നിന്ന് വന്നു? അത് ശരിക്കും റഷ്യ, ഇപ്പം നമ്മൾ പറയുന്നത് ഉക്രൈൻ, കസാഖിസ്ഥാൻ, ആ ഏരിയയിലുണ്ടായിരുന്ന കുറേ ജനങ്ങൾ, ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ള തീർത്ഥാടകരായിട്ടുള്ള ആൾക്കാർ, അവർ 2 സ്ഥലത്തേക്ക് വന്നു. അവിടുന്ന് കുറച്ച് സൗത്ത് വെസ്റ്റിലേക്ക് പോയാൽ ഇറാനെത്തും. അവിടുന്ന് ഡിവൈഡ് ചെയ്തിട്ട് സൗത്ത് ഈസ്റ്റിലേക്ക് വന്നാൽ ഇന്ത്യയിലെത്തും. അവർ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ടാവും. അതിൽ വന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യ അല്ല, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ അടങ്ങുന്ന ഇന്ത്യ, ബംഗ്ലാദേശ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം അഫ്ഗാനിസ്ഥാൻ നമ്മളതല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. കാരണം ശകുനി അഫ്ഗാനിസ്ഥാൻ എന്നാണ്. പാകിസ്ഥാനിലാണ് പിന്നെ ലവകുശന്മാരുടെ നാട്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. മറ്റേ ഭാഗത്തേക്ക് പോയിട്ടുള്ളവരാണ് ഇറാനിയൻസ്. ആ ഇറാൻ എന്നുള്ള വാക്ക് തന്നെ ആര്യനാണ്. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന മെസപ്പൊട്ടോമിയൻസ്, ആ മെസപ്പൊട്ടോമിയൻസ് ആണ് ഇറാഖ്. അപ്പോൾ ഇറാഖ് കടന്നിട്ടാണ് ആര്യൻസ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുക. ഇറാഖ് കടന്നിട്ട് വേണം റഷ്യയിൽ നിന്ന് പോകുമ്പോൾ അങ്ങോട്ട് കടന്നു പോകാൻ. അപ്പോൾ ഇറാനാണ്. ഇത് ഏത് നൂറ്റാണ്ടിലെ കാര്യമാണ്? ഇത് ഈ കാലം പറയുമ്പോൾ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കാലാണല്ലോ. അപ്പൊ നമ്മളിപ്പം മുഗൾസ് വന്നതും ഇറാൻ എന്നാണ്. അപ്പൊ ഇത് പേർഷ്യയാണ്. പണ്ട് പേർഷ്യ എന്ന് പറയുന്ന സൗരാഷ്ട്രിയൻസ് എന്ന് പറയുന്ന ആ കാലം എന്ന് പറയുന്നത് ഏകദേശം BC തുടങ്ങുന്ന, പിന്നെ തീർന്ന് AD തുടങ്ങുന്ന കാലത്തൊക്കെയാണ്. എന്നുവെച്ചാൽ ഏകദേശം 2500-3000 വർഷം മുമ്പ്. ആ 3000 ഇതിൻ്റെയൊക്കെ നമ്മൾ എവിടുന്ന ഇതിൻ്റെ കണിക മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, 1 DNA പാറ്റേൺസ്, 2 ഭാഷയിലുള്ള സാമീപ്യം. ഇപ്പം ജർമ്മൻ ഭാഷയും സംസ്കൃതവും ഇറാനിലുള്ള ഭാഷയും നോക്കിയാൽ ഏകദേശം ഒരുപോലെയാണ്. കൺസെപ്റ്റുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ദേവ എന്ന് പറയുന്നൊരു വാക്കാണ്. നമ്മൾ അസുരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരം ആൾക്കാരൊക്കെ നമുക്ക് മോശം വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തികളാണ്.
നമ്മൾ സാത്വികന്മാർ നല്ലവരും. നമ്മൾ ആര്യൻ ഇൻവേഷൻ പറയുമ്പോൾ സാത്വികന്മാരാണ് വന്നതെന്നാണ് പറയാം. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തു പൂർണ്ണമായിട്ട്. അവരവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? അവരെയൊക്കെ അസുരന്മാരാക്കി. ഇപ്പോൾ ക്രമത്തിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അവർ ഉൾക്കൊണ്ടതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ പറയുന്നത് 2000-3000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒന്ന് കൾച്ചർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇന്ത്യൻ കൾച്ചറും റഷ്യൻ കൾച്ചറും വളരെ മിക്സ് ചെയ്ത ഒരു കൾച്ചറാണ്. ഇപ്പോഴും അങ്ങനെയാണ്. നല്ല ബന്ധമുണ്ട്, പൊളിറ്റിക്കലിയും ബന്ധമുണ്ട്, നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത. അല്ലെങ്കിൽ ഇപ്പോൾ അവരെന്തിനാണ് നമ്മളെ സഹായിക്കണത്? വേറെ എത്രയോ ലോകങ്ങളുണ്ട്. അതേപോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പേർഷ്യക്കാർക്ക് ഇന്ത്യയിൽ നിന്ന്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇന്നത്തെ ഇറാൻ. ഇന്നത്തെ ഇറാൻ. ആ ഇറാനിലേക്ക് നമ്മൾ ഇറാനിലേക്ക് പോയി എന്ന് പറയില്ല, ആ വാക്ക് വരില്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. അതിനു മുമ്പ് അത് പേർഷ്യയാണ്, സൗരാഷ്ട്രിയൻസ് ആണ്. നമ്മുടെയൊക്കെ ഈ കോസ്റ്റൽ റീജിയൻ, ബോംബെ, ഗുജറാത്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ പേർഷ്യക്കാരാണ്. അതായത് പിന്നെ ഷായ്ക്ക് ശേഷമാണ് ഇറാൻ എന്നുള്ള രാജ്യം ഉണ്ടായത്. അതെ, അതിനു മുമ്പ് പേർഷ്യയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ റിലേറ്റീവ്, ഇപ്പൊ നമ്മളിപ്പോ ആരെങ്കിലും ഗൾഫ് പോയി എന്ന് പറഞ്ഞാൽ, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ആരെങ്കിലും പോയി എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുക പേർഷ്യയാണ്. കാരണം 1970s ശേഷമാണ് ഈ ഗൾഫായി മാറിയത്. അതിനു മുമ്പ് പോസ്റ്റ് ഓഫീസ് പോലും ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയിലാണ്. നമ്മുടെ കറൻസി ആയിരുന്നു അവർ ഉപയോഗിച്ചത്. കറൻസി ഇപ്പോഴും അവിടെയുള്ള പഴയ ആൾക്കാർ, ഞാനൊക്കെ പോയ 2025 കൊല്ലം മുമ്പ് അവിടെ പോയ ദുബായ്ക്കാർ, അവിടുത്തെ കറൻസിക്ക് പറയുന്നത് റുപ്പി തന്നെയാണ്. കാരണം ആ കറൻസി മാറിയാലും പേര് മാറാൻ അവർ തയ്യാറില്ല. കാരണം ആ പാരമ്പര്യത്തിൽ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ അക്കാലത്ത് നമ്മുടെ കറൻസി തന്നെ അവർ ഉപയോഗിക്കായിരുന്നു, അതോ നമ്മുടെ പേരിൽ അവർക്ക് നമ്മുടെ കറൻസി തന്നെ അവർ ഉപയോഗിച്ചു, അതോ നമ്മുടെ പേരിൽ ഒരു പ്രത്യേക കറൻസി അവർക്ക് ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ല? നമ്മുടെ കറൻസി, നമ്മുടെ കാശും ഒക്കെ നമ്മുടെ തന്നെയാണ്. നമ്മുടെ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? ഇന്റർനാഷണൽ പോസ്റ്റ് വരണമെങ്കിൽ ആദ്യം ബോംബെയിൽ വന്ന് ബോംബെയിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് വേണം ദുബായിലേക്കും ബാക്കി സ്ഥലത്തേക്കും പോകാൻ. അപ്പം ഇവിടെ നിന്നുള്ള ഷിപ്പാണ് പോയത്. നമ്മുടെയൊക്കെ മിക്കവാറും ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഷിപ്പുകളൊക്കെ ലോഞ്ച് ചെയ്തിരുന്നതും പ്രിപ്പയർ ചെയ്തിരുന്നതും ഒക്കെ ഒമാനാണ്. ഞാൻ ഒമാനിൽ പോയ സമയത്ത്, ഇപ്പം 2000 25 വർഷമല്ലേ ആയിട്ടുള്ളൂ. ആ കാലത്ത് ധർംസെ എന്ന് പറയുന്ന ഒരാളാണ് കിംജി എന്ന് പറയുന്ന ഒമാനിൻ്റെ 2/3 ഓഫ് ഒമാൻ ഈസ് ഓൺഡ് ബൈ കിംജി. ഒരു വ്യക്തി, ഒരു കുടുംബം, അവര് ഗുജറാത്തിൽ നിന്ന് പോയവരാണ്. അദ്ദേഹം പിന്നെ ധർംസയൊക്കെ ശബരിമലയിൽ വരും. നമ്മൾ ഈ പണ്ട് പെട്ടി വെച്ചിട്ട് മുമ്പിലിരുന്നിട്ട് നിലത്തിരുന്നിട്ട് കറൻസി ഇടുന്ന വാണിഭക്കാരൻ നമ്മൾ അറിയില്ലേ, അതുപോലെ ഇരുന്നിട്ടാണ് അദ്ദേഹത്തെ ഞാൻ 25 വർഷം മുമ്പ് കണ്ടത്. അപ്പം ആ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ട്രഡീഷനാണ്. നമ്മളിപ്പം ഈ ഒമാൻ എന്ന് പറയുന്ന സ്ഥലവും നമ്മുടെ ആലപ്പുഴയും നോക്കിയാൽ ഏകദേശം ഒരേപോലെ പല സ്ഥലത്തും. ക്ലൈമറ്റ് ഒരു അത്രയ്ക്കല്ലേ ഉള്ളൂ, നോക്കിയാൽ കാണുന്ന ദൂരം പോലെയൊക്കെ ഉള്ളൂ. അപ്പം ഈ രണ്ട് ഭാഗം, അതിനിടയിൽ പെട്ടിട്ടുള്ള മെസപ്പൊട്ടോമിയൻസ് ഉണ്ടല്ലോ, അതാണ് ഇറാഖ്. അപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടത് ഈ ഇറാഖിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടാണ്. അതല്ലെങ്കിൽ പ്രോബബ്ലി ഈ കണക്ഷൻസ് വളരെ സ്ട്രോങ് ആയതിനെ. കാരണം അത് കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാൻ, നമുക്ക് അങ്ങോട്ട് കടക്കാൻ. അപ്പോൾ ഈ ഇറാനിയൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പഴയ കൊട്ടാരങ്ങളിൽ അല്ലെങ്കിൽ നിസാമിൻ്റെ സ്ഥലത്ത് പോയാൽ പേർഷ്യൻ ഗ്ലാസ്സുകൾ, എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ് സെഞ്ച്വറികൾക്ക് മുമ്പ് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു രാജ്യം. ഇവിടുന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള സ്ഥലം. ഇന്ന് നമ്മൾ ദുബായ് കാണുന്ന രംഗത്താണ് 1940-കളിലൊക്കെ 50 വർഷം മുമ്പ് ഇന്ത്യക്കാർ പോലും അങ്ങനെ കരുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ അക്കാഡമിക്കലി നമ്മൾ നോക്കിയാൽ അത്ര ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല, അന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ ഈ മിക്കവാറും ഇന്ത്യയിലുള്ള പഴയ ആൾക്കാരൊക്കെ പോയി പഠിച്ചിട്ടുള്ളത് ബ്രിട്ടനിലും, നമ്മുടെ എല്ലാ ബെസ്റ്റ് സയന്റിസ്റ്റുകളും നമ്മുടെ എല്ലാ ഡെവലപ്മെന്റ്സും ഒക്കെ നടന്നിട്ടുള്ളത് നമ്മൾ പുറത്തു പോയി പഠിച്ചിട്ടുള്ളതാണ്. ഈവൻ ആഫ്രിക്കയിൽ പോയി പഠിച്ചു, സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അമേരിക്കയാണ്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ആ ഭാഗം എന്തുകൊണ്ടാണ് ആഫ്രിക്കക്കാർ വളരെ മോശമായിട്ട് അമേരിക്കയുടെ ഒക്കെ റിയാക്ട് ചെയ്യുന്നത്? നമ്മളൊരു കോളനി മാത്രം ഹൈലി ഡെവലപ്ഡും അതിന് പുറത്ത് അങ്ങനെ അല്ലാത്തൊരവസ്ഥ വന്നാലോ? അപ്പോൾ അമേരിക്കക്കാർ താമസിക്കുന്നത് ഹൈലി യൂറോപ്യൻ സ്റ്റൈല്, അമേരിക്കൻ സ്റ്റൈല് ഒക്കെയുള്ള ആൾക്കാർ ജീവിക്കുന്ന കുറച്ച് സ്ഥലം, അതിന് പുറത്തുള്ളവരൊക്കെ ബസ്തി, ഒന്നും കൊള്ളാത്ത ആൾക്കാർ ജീവിക്കുന്ന പോലെ. അതുകൊണ്ടാണ് അവിടെ കലാപങ്ങൾ ഉണ്ടാവുന്നതും പ്രശ്നം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് മാത്രം രക്ഷപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഒരു ലോകം എന്ന് പറയുന്നത് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള
കുറേ സ്ഥലത്തേക്ക് ആൾക്കാർ പഠിക്കാൻ പോയി. അതുകൊണ്ടാണ് നമ്മൾ സൗത്ത് ആഫ്രിക്ക, ഇപ്പം മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയി എന്ന് നമ്മൾ ആലോചിക്കണ്ടേ എന്തിനാ അദ്ദേഹം അങ്ങോട്ട് പോയത്? അത് ഇതുകൊണ്ടാണ്. അത് സൗത്ത് ആഫ്രിക്കയിലല്ല പോയത്, അമേരിക്കൻ കോളനിയുള്ള ആഫ്രിക്കയിലാണ് പോയത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനിയുള്ള സ്ഥലത്താണ് പോയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള ഈ ഈസ്റ്റേൺ ഏഷ്യൻ യുറേഷ്യൻ പ്ലേറ്റിന് താഴെ, നമ്മൾ വാക്ക് പറയുമ്പോൾ തന്നെ യൂറോപ്പ് ഏഷ്യ ഒരു പ്ലേറ്റ് ആയിട്ടും ഇന്ത്യൻ പ്ലേറ്റ് സെപ്പറേറ്റുമാണ്. ആ യുറേഷ്യൻ പ്ലേറ്റിൽ നിന്ന് നമ്മളിപ്പോൾ പറയുന്ന ഉക്രൈനും റഷ്യയും കസാക്കിസ്ഥാനും ഒക്കെ അടങ്ങുന്ന ആ ഭാഗത്താണ് മൈഗ്രേഷൻ നടന്നിട്ടുള്ളത്. അവരാണ് ഒറിജിനൽ. ആ ചോദ്യം അതായിരുന്നല്ലോ, ആരാണ് ഈ ഒറിജിനൽ ആര്യന്മാർ? അവര് ഇറാനിലെത്തിയപ്പോഴത്തേക്കും അവർ ആര്യന്മാരുടെ പേരാണ് ഇറാനീസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സാമ്യതയുണ്ട്. ആ ഇറാനീസ് ആണ് ആര്യൻസ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ഈ കുറച്ചും കൂടി മിക്സായി, കുറച്ചും കൂടി ഡിഫറൻ്റ് ആയി. ആര്യൻസിന് നമ്മൾ ഇന്ന് കാണുന്നത് വളരെ വിരളമായിട്ട്, വളരെ ചില സ്ഥലത്തൊക്കെ ഇപ്പം ഏറ്റവും നോർത്തേൺ പാർട്ടിലൊക്കെ കാണുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ അറിവിൻ്റെ സങ്കേതമായിരുന്ന സ്ഥലം ഹിമാലയാസ് ആണ്. അപ്പം ആ ഭാഗത്ത് മാത്രം പ്യുവർ ആര്യൻസിന് ചിലപ്പോൾ കണ്ടുവരും. അവർ എന്തുകൊണ്ടാണ് അവിടെ ഈ ഹിമാലയത്തിൻ്റെ അപ്പുറത്തെ ഭാഗം, ഹിമാലയമായിരുന്നു സെൻറ്റർ ഭാരതത്തിൻ്റെ, കൈലാസമാണ് ഭാരതത്തിൻ്റെ സെൻറ്റർ. ഭാരതം എന്ന് പറയുന്നത് കൈലാസം സെൻറ്ററും അവിടെ നിന്ന് പിന്നെ 2000 കിലോമീറ്ററോളം എല്ലാ ഭാഗത്തും നോക്കിയാൽ അത് ഫുൾ അതാണ്. റോമായിരുന്നു ഭാരതത്തിൻ്റെ പിന്നെ ബൗണ്ടറി, രോമകദേശം എന്നാണ്. ഉദയോയോ ലങ്കായാം, ലങ്കയിൽ ഉദയം വരുമ്പോൾ സോ അസ്തമയെ സവിതുരേവ, അവിടെ ആ രോമകദേശമാണ്. അപ്പം ഇത്രയും ഭാഗം ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ ഋഷിമാരുടെയൊക്കെ പേര് നോക്കിയിട്ട് അവർ ജനിച്ച സ്ഥലം നോക്കിയാൽ യു വിൽ സി ഓൾ ദീസ് പ്ലേസ്. അപ്പോൾ ഈ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ആര്യന്മാർ വന്നു എന്ന് പറയുന്നതല്ല, അവരിവിടെ വന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് പേർഷ്യൻസും വന്ന് മിക്സ് ചെയ്തു. കാരണം അവരുടെ കസിൻ ബ്രദേഴ്സാണ് ഇറാനികൾ. അവരിങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഇറാനിലേക്ക് ആൾക്കാർ പോയി, വാണിജ്യം തുടങ്ങി നല്ല പോലെ. പക്ഷെ അത്രയും ഗുണം അല്ലെങ്കിൽ അത്രയും നല്ലൊരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു നല്ല ബന്ധമോ ഇറാഖുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇറാഖുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വ്യാപാരത്തിലായിരിക്കും. പക്ഷേ മറ്റവരുമായിട്ടുള്ള ഇറാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ റിലേഷൻഷിപ്പാണ്. ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ശരിക്കും ഈ സൗരാഷ്ട്രീയർ അല്ലേ, സൗരാഷ്ട്രിയൻസ് എന്നുള്ള നമ്മൾ ഗുജറാത്തികളുടെ ഒരു പര്യായമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചിലപ്പോൾ. സൗരാഷ്ട്രിയൻസ് അവിടെ കാണും അവരെ. ഗുജറാത്തിലൊക്കെ മിക്കവാറുള്ള വ്യാപാരികളൊക്കെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളവരാണ് സൗരാഷ്ട്രിയൻസ്. അല്ല, അപ്പൊ അവരായിരുന്നോ ഇറാനിൽ അടിസ്ഥാനമായിട്ട് ഇറാനുമായിട്ടുള്ള ബന്ധം സങ്കല്പിച്ചതും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും അവരുടെ ജീവിതചര്യയും അവരുടെ രൂപവും ഭാവവും ഒക്കെ അതുപോലെയായിരുന്നു. എന്താണ് അതിന്റെ ഒരു ചരിത്രം? എന്താണ് അത്? അവര് ഒരേ കസിൻസ് ആണ്, ഒരേ സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ളവരാണ്. ഒരേ സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള രണ്ട് പോർഷൻസ് ആണ്. ഞാനും എൻ്റെ കസിൻ ബ്രദേഴ്സും ഷേപ്പ് കണ്ടാലും ഭാവം കണ്ടാലും നമുക്ക് മനസ്സിലാക്കുന്ന പോലെ ഒരേ അമ്മയുടെ രണ്ട് മക്കളെ പോലെ ആ ഒരു ഡിസെൻഡൻസ് ആണ് ഈ രണ്ട് ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഗുജറാത്ത് അവരുടെ DNA പാറ്റേൺസും ഒക്കെ ഒരേപോലെയാണെന്ന് പറയും. സർ, ഇതുപോലെ ഞാൻ കേട്ടു അത് സൗത്ത് ഇന്ത്യയിലേക്ക് ചിലപ്പോൾ അത്ര വ്യാപിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഈ ആര്യൻ ദ്രാവിഡ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് കാണും. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെ ഒരാളെ കണ്ടാലും തമിഴ്നല്ലാത്ത കുറച്ച് മഹാരാഷ്ട്രയിൽ കണ്ടാലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവരെ. കാരണം അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്, കളർ ഡിഫറെൻ്റ് ആണ്, സ്കിൻ കളർ ഡിഫറെൻ്റ് ആണ്, വാക്കുകൾ ഡിഫറെൻ്റ് ആണ്, ഭാഷ ഡിഫറെൻ്റ് ആണ്. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇതുപോലെ ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബംഗാളികൾ, ആ ഭാഗത്തുള്ള ആൾക്കാർ, ആ ഈസ്റ്റേൺ കോസ്റ്റൽ ബെൽറ്റ് നോക്കിയാൽ അതുവഴി ഉള്ള പല ഭാഗത്തുമുള്ള ആൾക്കാർ ഇങ്ങ് സൗത്തിൽ വന്നിട്ട് മലയാളികൾ തമ്മിലുള്ള ഒരുപാട് സിമിലാരിറ്റീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാർ എന്തെങ്കിലും? സാധാരണ പറയാറുള്ളത് ജിയോഗ്രഫിയാണ് നമ്മുടെയൊക്കെ സ്റ്റൈൽ ഓഫ് ലൈഫും ഭക്ഷണ രീതികളും നമ്മുടെ സ്ട്രക്ചറും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ പുഴുക്കലരി കഴിക്കും. അത് കഴിഞ്ഞാൽ പുൽക്കല്ലരി കഴിക്കുന്ന സ്ഥലം എന്ന് അറിയോ? ഒറീസ, ആസാം, ബംഗാളൊക്കെയാണ്. അതെന്താ കാരണം? ഇവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും മലകളും ഒരേപോലെയാണ്. തന്നെ ഈ പിന്നെ നമ്മുടെ ഗ്ലോബിൽ ഇതിങ്ങനെ ഏകദേശം അല്ല, അത് പറയുന്നത് പ്ലേറ്റ് മൂവ്മെന്റ്സിനെ കുറിച്ചാണ്.
എല്ലാം കൂട്ടിച്ചേർന്ന ഒരു പാൻജിയ മൂവ്മെന്റ് ഒക്കെയാണ്. ഞാനിപ്പോ ഇന്ത്യയുടെ മാത്രം പറയണത്. ഇന്ത്യയിലുള്ള ഈ മൗണ്ടൻസ് ഉണ്ടല്ലോ, ആസാം എന്നുള്ള പേര് തന്നെ അസമം എന്നാണ്. ദാറ്റ് മീൻസ് ഫുൾ ഓഫ് മൗണ്ടൻസ്. അത് ഏകദേശം കാണുന്നത് ഈ ഈസ്റ്റേൺ കോസ്റ്റിലാണ്. വെസ്റ്റിൽ നമ്മൾ വെസ്റ്റേൺ ഘാട്ടിൽ പൂനെ ഒഴികെ ബാക്കി സ്ഥലത്ത് അതേപോലുള്ള മൗണ്ടൻസ് കാണില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ആൾക്കാരുടെ ജീവിതചര്യ, അവരുടെ ഭക്ഷണം, അവരുടെ ഫിഷ് മെയിൻ ഫുഡായിട്ട് നമ്മൾ കാണുന്നത് കേരളം കഴിഞ്ഞാൽ ബംഗാളാണ്. ദേവീ പൂജകൾ, ദേവീ സങ്കല്പം, ഭാരതീയ സങ്കല്പം, മൂൺ കലണ്ടറും സൺ കലണ്ടറും വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നവർ, അത് ഈ കോസ്റ്റിലുള്ളവരുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് കൾച്ചറിലും മൂവ്മെന്റിലും ഒക്കെ ഒരേപോലെ ഉണ്ട്. അപ്പൊ കാളി തുടങ്ങിയാൽ കാളി പിന്നെ ബംഗാളിലുണ്ടെങ്കിൽ പിന്നെയുള്ളത് നമ്മുടെ ഇവിടുത്തെ ദുർഗയാണ്. അതിനിടയിൽ കുറച്ച് സ്പ്ലിറ്റായിട്ട് കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും സങ്കല്പങ്ങളിലും ചിന്തകളിലും ഭാവങ്ങളിലും രുചിയിലും നമ്മളിപ്പോൾ നല്ല മൗണ്ടൻ റീജിയനിൽ പോയി നീരിക്കും. അതിപ്പം ഈ പിന്നെ അരുണാചൽ പ്രദേശ്, ഇപ്പോൾ ബംഗാളിൽ നിന്നും കേരളത്തിലേക്കുള്ള ദൂരമൊന്നും ഇല്ല അരുണാചൽ പ്രദേശിലേക്ക്. നമ്മളിപ്പം അരുണാചൽ പ്രദേശ് പോകണമെങ്കിൽ ബംഗാൾ വഴി ആണ് ഫ്ലൈറ്റിനൊക്കെ പോകുന്നത്. ആസാം കഴിഞ്ഞാൽ അപ്പുറത്തായി. ആസാം കഴിഞ്ഞിട്ട് അരുണാചൽ പ്രദേശ് എത്തുമ്പോഴത്തേക്കും ആൾക്കാരുടെ കണ്ണുകൾ ഇങ്ങനെയാണ്, ഷോർട്ടാണ് അവർ. അവരുടെ ഭക്ഷണ രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം മൗണ്ടൻസ് വരുന്ന സമയത്ത് ഈ സൺ റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതിന് ഇർറേഡിയേഷൻ എന്ന് പറയാം. ഇർറേഡിയേഷൻ വരുമ്പോഴത്തേക്കും കണ്ണ് ചെറുതാവും. നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് നോക്കുമ്പോൾ കണ്ണിങ്ങനെ ചെറുതാവില്ലേ? സ്ഥിരമായിട്ട് രാവിലെ എഴുന്നേക്കുന്ന ഒരു വൈകുന്നേരം വരെ ഇർറേഡിയേഷൻ അടിച്ചാൽ നമ്മുടെ കണ്ണെങ്ങനെയാവും? ചെറുതാവും. അതാണ് അവരുടെ രൂപം. അതൊരു എവല്യൂഷണറി ചേഞ്ച് ആയി മാറി. അതാണ് പറഞ്ഞത് ജിയോഗ്രഫി ഡിഫൈൻസ് നമ്മുടെ അതേ സംഭവമാണ് നമ്മൾ പിന്നെ ജപ്പാൻകാരി കാണും. ചൈന ജപ്പാൻ കഴിഞ്ഞാൽ ഇപ്പം അരുണാചൽ പ്രദേശിൽ അവരെ കണ്ടാലും ഈ മിസ്റ്റേക്ക് അവർ ചൈനീസുകാരാണോ എന്ന് സംശയം തോന്നും. ആ കണ്ണുകൾ ചെറുതാണ്. ഈ മുഖത്തിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ കുറേ ക്രാക്സ് വന്നിട്ടുണ്ടാവും, കുറച്ചും കൂടി ബൾജി ആവും. അപ്പം ഹൈറ്റ് കുറയും. കാരണം എവിടെ മൗണ്ടൻസ് ഉണ്ടോ, മൗണ്ടൻസ് കുറേ സ്റ്റെപ്പ് കയറിയാൽ ആൾക്കാരുടെ ഹൈറ്റ് കുറയും. കാരണം ബാക്കിലുള്ള കശേരുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ബോണില്ലേ, അത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബെൻഡ് ചെയ്യണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ബാക്കിലോട്ടും മുമ്പിലോട്ടൊക്കെ ബെൻഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്ക് പോലെയുള്ളതല്ല, അത് ബെൻഡബിൾ ആണ്. അതിനിടയിൽ സ്പോഞ്ച് പോലുള്ളൊരു സാധനം ആണ് ഇതിനെ ബെൻഡ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നത്. അതല്ലെങ്കിൽ രണ്ടും കൂടി ഇട്ടടിക്കില്ലേ. നമ്മൾ രാവിലെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹൈറ്റ് നോക്കുക. നിങ്ങളൊരു കുറേ സ്റ്റെപ്പുകൾ കയറുക, എന്നിട്ട് വൈകുന്നേരം ഒന്ന് നോക്കുക, അത് കുറയും, ഹൈറ്റ് കുറയും. അപ്പോൾ സ്ഥിരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നവരുടെ ഹൈറ്റ് കുറയും. എല്ലാ മലമ്പ്രദേശത്തും അങ്ങനെയാണ്. ഏത് ഹൈറ്റുള്ള സ്ഥലത്ത് നോക്കിയാലും ആൾക്കാരുടെ ഹൈറ്റ് കുറവായിരിക്കും. നമ്മൾ കുറേ ചാടും ഓടുകയൊക്കെ ചെയ്യുന്നു, ഹൈറ്റ് കുറയും. അത് ജനറ്റിക്കലായിട്ട് ഭാവം ഉണ്ടായി മാറി അടുത്ത ജനറേഷൻസ് വരുമ്പോൾ അവരുണ്ടാക്കുന്നത് തന്നെ ഹൈറ്റ് കുറയും. DNA മാർക്ക് ചെയ്യും. അത് അങ്ങനെയാണ് നമ്മുടെയൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ സുഖവും അസുഖവും ഒക്കെ നമ്മുടെ പാരൻസിൻ്റെതാണ്. ഏതാണ് നല്ല ഭക്ഷണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛൻ കഴിച്ച് ശീലിച്ചിട്ടുള്ള, അമ്മ കഴിച്ച് ശീലിച്ചിട്ടുള്ള എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം. അത് വേറൊരാൾ കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം അപ്സെറ്റ്. അപ്പോൾ ഈ കൾച്ചർ നമ്മുടെ ശരീരത്തിലുണ്ട്, ഭക്ഷണ രീതികളിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിപ്പം പുഴുക്കലരിയാണ് കഴിക്കുന്നത്. എന്തുകൊണ്ടാണ് പുഴുക്കലരി കഴിക്കണേ? നല്ല മഴ വരുമ്പോൾ എല്ലാ നെൽക്കതിരും താഴെ വീഴും. താഴെ വീണ് വെള്ളത്തിലായാൽ പിന്നെ അതൊന്ന് പുഴുങ്ങി ക്ലീൻ ആക്കിയിട്ട് ഉണക്കിയെടുക്കലേ രക്ഷയുള്ളൂ. അങ്ങനെയാണ് പുഴുക്കലരി ഉണ്ടായത്. അതിവിടെ നടക്കുന്നുണ്ട്, അതുപോലെ ആസാമിലും നടക്കുന്നുണ്ട്. ഇപ്പം ആന്ധ്രാപ്രദേശിൽ അതുപോലെ വരില്ല. അവർക്ക് ചെടിയായാലും നല്ല മഴ കിട്ടി ഒരിക്കലും ആ കതിര് താഴെ വീഴില്ല. വാഴയുടെ ഹൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെയുള്ള, നല്ല മലയുള്ള സ്ഥലത്ത് വാഴയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 18 ഫീറ്റൊക്കെ ചിലപ്പോൾ വരും. അരുണാചൽ പ്രദേശിലും കാണാം, ആസാമിലും കാണാം. അതേ സമയത്ത് മിഡ് ഓഫ് ഇന്ത്യ, ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ വാഴയുടെ ഹൈറ്റ് കുറവായിരിക്കും. കാരണം അവിടെ വാഴക്കത്ര ഹൈറ്റ് വരേണ്ട കാര്യമില്ല. ഇവിടെ ആ ഹൈറ്റ് വന്നാൽ വെളിച്ചം കാണും. കാരണം മലയുടെ ഷെയ്ഡ് ഉണ്ടാവും, വേറെ മരങ്ങളുണ്ടാവും. മനുഷ്യന് മാത്രമല്ല, ചെടികൾക്ക് പോലും ഈ സ്വഭാവങ്ങൾ. അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ കൾച്ചറിനെ ബാധിക്കും. നമ്മൾ ഏത് ഫുഡാണോ കഴിക്കുന്നത്, യു ആർ വാട്ട് യു ഈറ്റ് എന്നാണ്. മൈക്രോബയോട്ടിക്സ്, മാക്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞൊരു സയൻസ് ഉണ്ട്. നമ്മൾ എന്ത് കഴിക്കുന്നോ അതാണ് നമ്മുടെ പ്രകൃതി. ഞാൻ ആസുരികമായിട്ടുള്ളതും സാത്വികമായിട്ടുള്ളതും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറും. അപ്പം യു ആർ വാട്ട് യു ഈറ്റ്, അതാണ് അതിൻ്റെ സയൻസ്. മൈക്രോബയോട്ടിക്സ്, മാക്രോബയോട്ടിക്സ്.
അപ്പോൾ കൃത്യമായിട്ടും ഭക്ഷണം നമ്മളെ ബാധിക്കും. ഇത് ഒരു ദിവസം കൊണ്ടല്ല, ജനറേഷൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഓരോ രാജ്യത്തും തമ്മിലുള്ള ബന്ധം, അവരുടെ കൾച്ചർ, ഇതൊക്കെ പാറ്റേണുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതും എവിടെ നിന്ന് ആര് വന്നു ഇതിനെക്കുറിച്ചൊക്കെ കുറേ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജാക്കന്മാരൊക്കെ പണ്ട് പേർഷ്യക്കാരുടെ ഗസ്റ്റായിട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ പോയി. പിന്നെയാണ് മുഗൾസ് വന്നത്. മുഗൾസ് വന്നപ്പോൾ കുറച്ചും കൂടി ഗൾഫ് സ്റ്റൈലായി മാറി. പക്ഷെ നമ്മളെല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണവും ഒരേപോലെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. റഷ്യയും ഉക്രൈനും ഒക്കെ അടിപിടി കൂടുമ്പോഴും നമുക്കറിയാം ഈ പാരമ്പര്യങ്ങളൊക്കെ ഒരേ പാരമ്പര്യമാണ്, ചേട്ടനും അനുജന്മാരാണെന്നൊക്കെ. അത് നമ്മുടെ കഥകളിൽ പോലും എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ രാമായണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദേശം മറ്റേ ദേശവുമായിട്ട് ശണ്ട കൂടുന്നതാണ്. മഹാഭാരതം എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഫാമിലിയിൽ കസിൻ ബ്രദേഴ്സ് ശണ്ട കൂടുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്ന കഥകൾ. കാരണം ഇറാനും ഇറാഖും അല്ലെങ്കിൽ റഷ്യയും ഉക്രൈനും ഒക്കെ കസിൻ ബ്രദേഴ്സാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മഹാഭാരതത്തിലുള്ള കൗരവന്മാരും പാണ്ഡവന്മാരും പോലെയാണ് ഇന്ന് ഉക്രൈനും റഷ്യയും യുദ്ധം ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അവരുടെയൊക്കെ ഫോർ ഫാദേഴ്സ് ആർ സെയിം.